ഉടുതുണി മാറും പോലെ കാമുകന്മാരെ മാറിയ സൂപ്പർ നടിയെക്കുറിച്ചാണ് സിനിമ കേരള ഇന്ന് പറയുന്നത്. ആ നടിയുടെ പേര് ലക്ഷ്മി. ലക്ഷ്മിക്ക് ജീവിതം ഒരാഘോഷമായിരുന്നു, അഭിനയം ഒരാഘോഷമായിരുന്നു. അസാധ്യമായ അഭിനയശേഷിയുള്ള നടിയായിരുന്നു ലക്ഷ്മി. ദേശീയ അവാർഡ് വരെ ലക്ഷ്മിയെ തേടി എത്തിയിട്ടുണ്ട്. അഭിനയത്തിൽ ലക്ഷ്മി കീഴടക്കിയത് ഒരു അഭിനയ പ്രപഞ്ചം. പ്രേം നസീർ, മധു, MGR, ശിവാജി ഗണേശൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായിരുന്നു ലക്ഷ്മി. അവർക്ക് വേണ്ടി അവരുടെയൊക്കെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു ലക്ഷ്മി. പക്ഷേ ലക്ഷ്മിയുടെ ജീവിതം, സ്വകാര്യ ജീവിതം, അത് ഒരു ഞാണിന്മേൽ കളിയായിരുന്നു. ജീവിതം ഒരു ഞാണിന്മേൽ കളിയാണ് എന്ന് പറയുന്നത് പോലെ. ലക്ഷ്മി ആദ്യം വിവാഹം കഴിച്ചത് ബിസിനസ്സുകാരനായ ഭാസ്കരനെ. 1969 ആ വിവാഹം. 1974 വിവാഹബന്ധം വേർപിരിഞ്ഞു. അവരിൽ ഉണ്ടായ മകളാണ്, ആ ബന്ധത്തിൽ ഉണ്ടായ മകളാണ് പിൽക്കാലത്ത് ഹോട്ട് ഗേളായി മാറിയ ഐശ്വര്യ. പിന്നീട് മോഹനെയാണ് ലക്ഷ്മി വിവാഹം കഴിച്ചത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചട്ടക്കാരി എന്ന ചിത്രത്തിൽ ലക്ഷ്മിയും മോഹനുമായിരുന്നു നായകന്മാർ. ഇരുവരും ചേർന്ന് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ ചട്ടക്കാരിയുടെ ഹൈലൈറ്റ് ആയിരുന്നു. ചട്ടക്കാരിയിലെ ജൂലിയായി ലക്ഷ്മി തിളങ്ങിയപ്പോൾ നായകനായ ശശിയായി മോഹനും തിളങ്ങി. മോഹൻ ശർമ്മയെ ലക്ഷ്മി വിവാഹം കഴിക്കുന്നത് 1975. 1980 മോഹനെ ലക്ഷ്മി ഉപേക്ഷിച്ചു. ആ ബന്ധത്തെക്കുറിച്ച് മോഹൻ പിൽക്കാലത്ത് പറഞ്ഞത് ഇങ്ങനെ: 1 വർഷം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത കാമാസക്തി ലക്ഷ്മിക്ക് ഉണ്ടെന്നുള്ളത്. എന്നെ മറച്ചുവെച്ച് പല ബന്ധങ്ങളും ലക്ഷ്മി ആഘോഷിച്ചു. അത് പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് നേറി. പിന്നീട് ലക്ഷ്മിയെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ലക്ഷ്മിയെ ഉപേക്ഷിച്ച ശേഷം മോഹൻ എന്ന നടൻ്റെ കരിയർ തന്നെ തകർന്നു പോകുന്ന കാഴ്ചയും മലയാള സിനിമാ ലോകം കണ്ടു. മലയാളത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടനായിരുന്നു മോഹൻ. പക്ഷേ ലക്ഷ്മിയെ ഉപേക്ഷിച്ച ശേഷം മോഹന് കാര്യമായ സിനിമകളൊന്നും ലഭിച്ചില്ല. ഒരു കാലത്ത് പ്രേം നസീറിനെ പോലെ റൊമാൻറ്റിക് ഹീറോയായൊക്കെ തിളങ്ങി നിന്ന വ്യക്തിയായിരുന്നു മോഹൻ. പിന്നീട് മോഹൻ ഒന്നുമാകാതെ പോയി. അതിനുശേഷം ക്യാമറാമാനായ ശിവചന്ദ്രനെ ലക്ഷ്മി വിവാഹം കഴിച്ചു. 1987 ആ വിവാഹം. ആ വിവാഹം വലിയ കാലം നീണ്ടു നിന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷ്മി പിന്നീട് പല വിവാദങ്ങളിലും ഏർപ്പെട്ടു. 60-ാമത്തെ വയസ്സിൽ അർദ്ധനഗ്നയായി ചിരഞ്ജീവിക്കൊപ്പം ഡാൻസ് കളിച്ചു ലക്ഷ്മി. ലക്ഷ്മി ബോൾഡായിരുന്നു. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണത്തിന് അർഹയായിരുന്നു. അതൊക്കെ ലക്ഷ്മിയുടെ പ്രത്യേകതയായിരുന്നു. ചിരഞ്ജീവിക്കൊപ്പം 60-ാമത്തെ വയസ്സിൽ തുടകളും മാറിട വടിവുകളും ഒക്കെ കാട്ടി ലക്ഷ്മി നൃത്തം ചെയ്തപ്പോൾ അനുവാചകർ മൂക്കത്ത് വിരൽ വെച്ചു. ലക്ഷ്മി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ അമ്മ വേഷങ്ങളുടെ പ്രതീകമായി മാറി. ടെലിവിഷൻ രംഗത്ത് ചാനലുകളിൽ സജീവ സാന്നിധ്യമായി. ചാനലുകളിൽ പല പ്രോഗ്രാമുകളിലും അവർ പ്രത്യക്ഷപ്പെട്ടു. ലക്ഷ്മി ഒരു തരംഗമായി മാറി. തന്നിലെ തരംഗം നിലനിർത്താൻ ബോധപൂർവം ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷെ മകൾ ഐശ്വര്യയുമായി ലക്ഷ്മിക്ക് നല്ല ബന്ധം അല്ലായിരുന്നു. അമ്മയുടെ ഈ സ്വഭാവം ഐശ്വര്യയെ തെറ്റായ വഴികളിലേക്ക് നയിച്ചു. ഐശ്വര്യ ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. ലക്ഷ്മിയും ഐശ്വര്യയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. തിരികെ ആ വിവാഹം പരാജയപ്പെട്ടപ്പോൾ ഐശ്വര്യ ലക്ഷ്മിയുടെ അടുത്തെത്തി.
ലക്ഷ്മി ഐശ്വര്യയെയും മകൾ അനേനെയും സ്വീകരിച്ചെങ്കിലും അതിനും വലിയൊരു കാലയളവ് ഉണ്ടായില്ല. ഇരുവരും തമ്മിൽ ഇപ്പോഴും അടിച്ചു പിരിഞ്ഞ് ജീവിക്കുന്നു. ഐശ്വര്യ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി സോപ്പ് വിൽക്കുകയാണ്. ഒരു സോപ്പ് കമ്പനിയൊക്കെ ഇട്ട് ആ സോപ്പ് കൊണ്ടുപോയി വിറ്റ് ജീവിക്കുകയാണ് ഐശ്വര്യ. ലക്ഷ്മിയുടെ സ്വത്തിൽ ഒരു ഭാഗം പോലും ഐശ്വര്യയ്ക്ക് കൊടുത്തിട്ടില്ല. അത്രയും വൈരാഗ്യമാണ് അമ്മയ്ക്ക് ഏക മകളോട്. ലക്ഷ്മി നല്ല നടിയായിരുന്നു, ദേശീയ അവാർഡ് കിട്ടിയ നടിയായിരുന്നു, സൂപ്പർ താരങ്ങളുടെ പ്രിയ നടിയായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി ഉടുതുണി മാറും പോലെ കാമുകന്മാരെ മാറുന്ന സ്വഭാവം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ മാറുന്ന സ്വഭാവം ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. അത് ലക്ഷ്മിയുടെ ഒരു വീക്ക് പോയിന്റ് തന്നെയായിരുന്നു. പ്രേം നസീർ, മധു, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ, രതീഷ് തുടങ്ങിയ വിവിധ തലമുറകളിൽപ്പെട്ട നായകന്മാരുമായൊക്കെ ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ടുമുണ്ട്. പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതത്തിലെ കറുത്ത ഏടുകൾ ആ സൂപ്പർ ഹിറ്റിന് അപ്പുറം അവരെ ഒരു വിവാദ നായികയാക്കി മാറ്റുകയായിരുന്നു. ഇതാണ് ലക്ഷ്മിയുടെ സ്വകാര്യ ജീവിത കഥ. അഭിനയ ജീവിത കഥയിൽ ഒരുപാട് ഉന്നതിയിൽ എത്തിയ നടി കൂടിയായിരുന്നു അവർ.